അപ്പോൾ വീഡിയോ തീർന്നോർത്ത് മച്ചന്മാർ പോയെങ്കിൽ ഒന്ന് നിൽക്കണം, വീഡിയോ തീർന്നിട്ടില്ല. നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു ഹാപ്പി ന്യൂസിനെ കുറിച്ചാണ്. വെറും 399 രൂപയ്ക്ക് ഒരു 4G ഫോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും, പക്ഷേ സത്യമാണ്. അതായത് വെറും 399 രൂപയ്ക്ക് 4G ഫോൺ ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ആ ടിങ് ടിങ് കൂടി ഓൺ ആക്കി വയ്ക്കുകയാണെങ്കിൽ ദിവസവും ഈ ഒരു ചാനലിൽ നിന്ന് വീഡിയോസ് കിടുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. FlowX എന്ന് പറയുന്നൊരു ഹെഡ്സെറ്റിനെ കുറിച്ചാണ്. ഏകദേശം 4000 രൂപ വരുന്ന ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയുടെ അവസാനം നോക്കുക. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു അടിപൊളി ഹെഡ്സെറ്റ് തന്നെയാണ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വില കുറച്ച് വാങ്ങാൻ പറ്റും. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പം ജിയോ ആണ് അവരുടെ പുതിയ ഫോൺ ഇറക്കാനായിട്ട് പോകുന്നത്, ജിയോ ഫോൺ 5. അത് നമുക്കറിയാം, ജിയോ ഫോൺ 1 ഇറക്കി, 2 ഇറക്കി, ഇനി നേരെ ജിയോ ഫോൺ 5ലേക്കാണ് ജിയോ പോകുന്നത്. അതും വെറും 399 രൂപയ്ക്ക് 4G സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടിലൻ ഫോണാണ് ജിയോ ഇറക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കര ടച്ച് സ്ക്രീനൊക്കെ ഉള്ള ഒരു വമ്പം ഫോണാണ്. അങ്ങനെ ഒരു അവകാശം നമ്മൾ പെടുന്നില്ല. പക്ഷേ 4G ഫോൺ 399 രൂപയ്ക്ക് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഫോണിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ കാര്യം 4G സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വില കുറഞ്ഞൊരു ഫോണായിരിക്കും ഇതെന്നാണ്. രണ്ടാമതായിട്ട് ഈ ഒരു ഫോണിൽ നമുക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു ക്യാമറ വരുന്നുണ്ട്. അതുപോലെ 2000 mAh ഒരു ബാറ്ററിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് നമുക്ക് കോൾ വിളിക്കാനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് 2000 mAh ബാറ്ററി എന്നൊക്കെ പറയുന്നത് വളരെ കരുത്തുള്ളൊരു ബാറ്ററിയാണ്. അപ്പം ഈ ഒരു ജിയോ ഫോൺ ഇറങ്ങാനായിട്ട് പോകുന്ന ഈ ഒരു വർഷം അവസാനത്തോടു കൂടിയാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ലീക്സും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുന്ന അറിയാനായിട്ട് സാധിക്കും. അപ്പം അംബാനിയെ സംബന്ധിച്ച് 399 രൂപയ്ക്ക് ഈ ഒരു ഫോൺ ഇറക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അതായത് ഓൾറെഡി ജിയോ ഫോൺ എന്ന പേരിൽ 1000 രൂപയ്ക്ക് ഒരു 4G ഫോൺ നിലവിൽ ഇറക്കിയിട്ടുണ്ട്. ആ ഒരു ഫോണും ഈ പല ഓഫറും സമയത്തും, അതായത് ഈ ഫെസ്റ്റിവൽ സീസണിൻ്റെ സമയത്ത് വെറും 699 രൂപയ്ക്കൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ലൈറ്റ് വെർഷൻ ആയിട്ടാണ് ഇപ്പോൾ ജിയോ ഫോൺ 5 വരുന്നത്. അപ്പം ഈ ഒരു ഫോണിൽ നമുക്ക് അന്ന് ലഭിച്ച, അതായത് നോർമൽ ജിയോ ഫോൺ ലഭിച്ചതിനൊക്കെ കുറച്ചുകൂടി സ്ക്രീൻ സൈസ് കുറവായിരിക്കും. ക്യാമറ ഏകദേശം ആ ഒരു സെയിം സെറ്റപ്പ് തന്നെ, അതായത് 2 MB ക്യാമറ കാര്യങ്ങൾ എന്താണ് വരുന്നത്. അതുപോലെ തന്നെ കൈ OSലായിരിക്കും ഈ ഒരു ഫോൺ വർക്ക് ചെയ്യുന്നത്. പ്രീ ഇൻസ്റ്റാൾഡ് ആയി വരുന്ന ആപ്ലിക്കേഷൻ അല്ലാതെ നമുക്ക് എക്സ്ട്രാ ആപ്ലിക്കേഷൻ ഒന്നും കയറ്റാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പറയാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് വൈഫൈ സൗകര്യം ലഭിക്കുന്നില്ല, ബ്ലൂടൂത്ത് സൗകര്യം ലഭിക്കുന്നില്ല എന്നൊരു ചെറിയ പോരായ്മയുണ്ട്. എന്നിരുന്നാൽ പോലും ഈ വിലയ്ക്ക് ഈ ഒരു ഫോൺ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരൻസിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സെക്കൻഡറി ഫോൺ വാങ്ങണം, അതൊരു 4G എനേബിൾഡ് ആയ ഫോൺ വാങ്ങണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ജിയോ ഫോൺ 5 എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജിയോ യൂസേഴ്സിന്, അതായത് ജിയോ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ജിയോ യൂസേഴ്സിന് ജിയോ ടു ജിയോ ഫ്രീ ആയിട്ട് കോൾ വിളിക്കാവുന്ന സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൻ്റെ കൂടെ നൽകുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റൂമറുകൾ. എനിവേ നമ്മളൊരു ഫുൾ കുഴിമന്തി മേടിക്കുന്നതിനേക്കാൾ വിലക്കുറവിലായിരിക്കും നമുക്ക് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്, അതായത് 4G ഫോൺ ലഭിക്കുന്നത്. അത് ക്യാമറയുള്ള, വാട്സപ്പ് ലഭിക്കുന്ന, ഫേസ്ബുക്ക് ലഭിക്കുന്ന, യൂട്യൂബ് ലഭിക്കുന്ന ഒരു ഫോൺ ലഭിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്ഭുതപ്പെടുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അംബാനിക്ക് അത് വലിയ പുത്തരിയൊന്നുമല്ല. അംബാനി അത് ഇറക്കുമെന്ന് വെച്ചാൽ അങ്ങനെ ഇറക്കിയിരിക്കും. അതൊരു വിപ്ലവമാവുമെന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എനിവേ നമുക്ക് ഈ വർഷം അവസാനത്തോടെ ഈ ഒരു ഫോണിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തോരം ഈ ഒരു ഫോണിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓൾറെഡി തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലീക്കായിട്ടുണ്ട്. അപ്പം ഇതിന് ഈ വർഷം അവസാനത്തോട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ കിട്ടുവാണെങ്കിൽ അൺബോക്സിംഗ് ഒക്കെ റിവ്യൂ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിനെ കുറിച്ച് കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. FlowX എന്നാണ് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഏകദേശം 4000 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് HD ബാസോടുകൂടി 3D എഫക്റ്റിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സൗണ്ട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. 1 year വാറണ്ടി വരുന്നുണ്ട്. ബിൽഡിൻ മൈക്രോഫോണും കാര്യങ്ങളും വരുന്നുണ്ട്. എക്സ്ട്രാ ബാസ് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിൽഡിൻ മൈക്രോ വൂഫർ കാര്യങ്ങൾ ഈ ഒരു ഹെഡ്സെറ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് സൗണ്ട് എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു അനുഭവം തന്നെയായിരിക്കും. എനിവേ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിനുള്ള എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല, ബോക്സ് ഒന്ന് പെട്ടെന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ താഴെ കൊടുത്തിരുന്ന ലിങ്കിൽ പോയി വാങ്ങുകയാണെങ്കിൽ വളരെ വിലക്കുറവിൽ ഈ ഒരു ഹെഡ്സെറ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നത് നോക്കാം. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കൊരു ഡേറ്റ കേബിളും അതുപോലെ തന്നെ കുറച്ച് ഇയർ പീസുകളും കുറച്ച് യൂസർ മാനുവലും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ ഇതാണ് ഇതിൻ്റെ ഹെഡ്സെറ്റ് വരുന്നത്. നമുക്ക് ഇങ്ങനെ നെക്കിൽ ഇടാവുന്ന രീതിക്കാണ് ഹെഡ്സെറ്റ് വരുന്നത്. അപ്പം ഇതാണ്
നമ്മുടെ ഹെഡ്സെറ്റ് സെറ്റപ്പ് കാര്യങ്ങൾ. അപ്പം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ താഴെ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ കൊടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് കമൻറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതുണ്ടാവും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഹെഡ്സെറ്റിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങളെ കാണിച്ചു തന്നാലും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇതിപ്പം ബ്ലൂടൂത്ത് ഒക്കെ ആയിട്ട് ഇനി കണക്ട് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ വാങ്ങണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. എനിവേ ഇവരുടെ പ്രൊഡക്റ്റ് ഇതിനു മുമ്പും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അടിപൊളി സൗണ്ട് തന്നെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ നമ്മുടെ ചാനലിലൂടെ തന്നെ അൺബോക്സ് ചെയ്യുകയും ഗീവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം എനിക്കറിയാൻ സൗണ്ട് പക്കയായിരിക്കും. എനിവേ എന്നാലും ഞാൻ സൗണ്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങൾ എഴുതുന്നതായിരിക്കും. എനിവേ എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കാനും നാളെ മറ്റൊരു കിട്ടിയ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്. അപ്പോൾ വീഡിയോ തീർന്നെന്ന് ഓർത്ത് മച്ചാന്മാർ പോയെങ്കിൽ ഒന്ന് നിൽക്കണം. വീഡിയോ തീർന്നിട്ടില്ല. ഞാൻ ഓൾറെഡി നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ എഴുതാമെന്ന് വിചാരിച്ചാണ് വീഡിയോ നിർത്തിയത്. പക്ഷേ ഇതിനകത്ത് മൈക്രോ ഊഫർ ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് എന്ന് പറയുന്നത് പൊളി അനുഭവമാണ്. ഇത് പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തീർന്നിട്ട് ഞാൻ വീണ്ടും വന്ന് പറയുന്നത്. പൊളി സൗണ്ട് എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പൊളി സൗണ്ടുള്ള ഹെഡ്സെറ്റ് വാങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ അത് ബ്ലൂടൂത്ത് തന്നെ വാങ്ങുക, തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നൊരു ഐറ്റമാണ്. അപ്പം വീഡിയോ ഇവിടെ വെച്ചാണ് നിർത്തുന്നത്, പറയാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇതുകൂടി ഒന്ന് പറഞ്ഞു നിർത്തിയത്. എനിവേ നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.